ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും പുതിയ ജനറേഷൻ അമേസ കണ്ടു. ചിലപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസ് മോഡൽ നോക്കുമ്പോൾ ഇത് ഭയങ്കര വിലയാണല്ലോ എന്ന് തോന്നി കാണുമായിരിക്കും. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഇതിൻ്റെ ബേസ് മോഡലിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ ഇത്രയും വില ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ എന്തായാലും നമുക്ക് ആദ്യം എക്സ്റ്റീരിയർ ഡിസൈനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിലത്തെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് ടോപ്പ് എൻഡിൽ വരുന്ന പോലത്തെ ഒരു ലുക്ക് തന്നെയാണ് കിട്ടുന്നത്. കാരണം ഹെഡ് ലാമ്പ് എക്സാക്ട്ലി സെയിം ആണ്. ഹെഡ് ലാമ്പിൻ്റെ ഫുൾ അസംബ്ലി സെയിം ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. DRLs നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഹെഡ് ലാമ്പ് മുകളിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് ഈ വാഹനത്തിലെ ഒരു ബേസ് മോഡൽ മുതൽ തന്നെ കൊടുക്കുന്നത്. സാധാരണ ഈ സെഗ്മെൻറ്റിലായാലും ബേസ് മോഡലൊന്നും LED ഹെഡ് ലാംപ്സ് കൊടുക്കാറില്ല. ഈ സെയിം പ്രൈസ് പോയിന്റിൽ വരുന്ന ഡിസയർ VXi എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് സാധാരണ ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് കിട്ടുന്നത്, LED ഒന്നുമല്ല. പിന്നെ ഇതിൻ്റെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് ക്രോമും അതുപോലെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ആക്ച്വലി ഗ്രില്ലിൻ്റെ അകത്തായിട്ട് അവർ പ്രത്യേകിച്ച് ക്രോമൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ബമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് താഴത്ത് ഫോഗ് ലാമ്പ് അവൈലബിൾ അല്ല, പക്ഷേ ബേസ് മോഡൽ മാത്രമേ ഫോഗ് ലാമ്പ് ഇല്ലാത്തുള്ളൂ. ഡിസയറിൽ അവർ ആകപ്പാട് ZXi പ്ലസ്സിലാണ് LED ഫോഗ് ലാമ്പ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വരുന്നുണ്ട്, അതായത് VX എടുക്കുകയാണെങ്കിൽ അവിടെ മുതൽ ഫോഗ് ലാംപ്സ് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് ആകപ്പാട് നമുക്ക് ഫ്രണ്ടിൽ ഒരു ചെറിയ ചേഞ്ച് പറയാൻ പറ്റുന്ന ടോപ്പിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊജക്ടേഴ്സിൻ്റെ അകത്തുള്ള ഒരു അലൂമിനിയം ഫിനിഷ് മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. ടോപ്പിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ഫിനിഷാണ്. ഇവിടെ പക്ഷേ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഏറ്റവും വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്ന വീൽസിൻ്റെ കാര്യത്തിലാണ്. ഈ വണ്ടിക്ക് വീൽ സൈസ് ഡിഫറൻസ് ഉണ്ട്. 14 ഇഞ്ച് വീൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ മുകളിലത്തെ വേരിയൻസിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് 195 ക്രോസ് സെക്ഷനുള്ള 15 ഇഞ്ച് അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. ഇവിടെ പക്ഷേ സ്റ്റീൽ റിംസ് ആണ് വരുന്നത്. വീൽ ക്യാപ്പൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബട്ട് സ്റ്റിൽ 14 ഇഞ്ച് വീൽസ് ആണ്. നിങ്ങൾക്ക് ഈ സെയിം ടയർസിൽ തന്നെ ഈ കമ്പനിയിൽ നിന്ന് വരുന്ന ഇതിൻ്റെ അലോ ഇടാൻ പറ്റില്ല. ഇടണമെങ്കിൽ നിങ്ങൾ ടയർ മാറ്റേണ്ടി വരും. ഇനി അതല്ല 14 ഇഞ്ച് വെച്ച് വരുന്ന വേറെ ഏതെങ്കിലും അലോ ഇടാനാണെങ്കിൽ വേണമെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കി ORVMs സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം, അതായത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ORVMസിൽ വരുന്നുണ്ട്. അതുപോലെ ഡോർ ഹാൻഡിൽസ് അതുപോലെ ORVMs എല്ലാം ബോഡി കളർ ഫിനിഷിൽ തന്നെയാണ് കിട്ടുന്നത്. അതൊന്നും അവർ കോംപ്രമൈസ് ചെയ്തിട്ടൊന്നുമില്ല. ഇത്രയൊക്കെയാണ് സൈഡിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ബേസ് മോഡൽ മുതൽ ഈ വാഹനത്തിൽ ഷാർക്ക് ഫിൻ ആൻറ്റിന അവൈലബിൾ ആണ്. അതിലും അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതൊക്കെ റിയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ള സിമിലാരിറ്റി കാണാൻ പറ്റുന്ന പുതിയ സിറ്റി ആയിട്ടാണ്. പുതിയ സിറ്റി മീൻസ് 2020 വന്ന സിറ്റി ആയിട്ടാണ്. കാരണം ഇതിൻ്റെ ടെയിൽ ലാംപ്സ് ഒക്കെ ഓൾമോസ്റ്റ് അതുമായിട്ട് തന്നെയാണ് എക്സാക്ട്ലി സിമിലർ ആയിട്ട് ഇരിക്കുന്നത്. LED ടെയിൽ ലാംപ്സ് ആണ് വരുന്നത്. ബേസ് മോഡലൊക്കെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനൊക്കെ സെയിം ആണ്, പാറ്റേൺ സെയിം ആണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബേസ് മോഡൽ നമുക്ക് താഴത്തെ റിഫ്ലക്റ്റേഴ്സ് അവൈലബിൾ ആണ്. ആകെപ്പാടെ ചെറിയ ഡിഫറൻസ് ടോപ്പ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് റിയർ ക്യാമറ അവൈലബിൾ അല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് അകത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് പുറത്തുനിന്ന് വയ്ക്കണമെങ്കിൽ അത് ചെയ്യാം, അതുപോലെ കമ്പനിയിൽ നിന്ന് വെക്കണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. അവിടെ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻ്റ്, അതായത് VX എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ലെയിൻ വാച്ച് ക്യാമറ കിട്ടും. അതായത് ലെഫ്റ്റ് സൈഡിലൊരു ക്യാമറയും കൂടെ വരും, അതുപോലെ ബാക്കിലും ക്യാമറ വരും. പക്ഷേ ഈ ബേസ് മോഡലിലാണ് അവർ ക്യാമറാസ് ഒന്നും തന്നെ കൊടുക്കാതെ വെച്ചിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസ് മോഡലായ വിയുടെ എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പം ഇൻറ്റീരിയറിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അവിടെയാണ് ആക്ച്വലി വാഹനം കൂടുതൽ വാല്യൂ ഫോണി ആവുന്നത്. ഇതിപ്പം ഈ ഒരു പ്രൈസ് പോയിന്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓവർ പ്രൈസ് ആണെന്ന് തോന്നുമെങ്കിലും ഇൻറ്റീരിയർ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നാൻ ചാൻസ് ഇല്ല. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഡാഷ്ബോർഡ് ലേ ഔട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. നമുക്ക് ഡ്യുവൽ ടോൺ ക്യാബിൻ തന്നെയാണ് ഇതിൻ്റെ അകത്തും കിട്ടുന്നത്. ഡോർ പാഡ്സിലും ഒക്കെ ഒരു ബ്ലാക്ക് ഫിനിഷ്, അതുപോലെ ഡാഷ്ബോർഡിൽ ബ്ലാക്ക് ഫിനിഷ്, താഴത്തായിട്ടൊരു ബേജ് ഫിനിഷൊക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാണാനൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. ടോപ്പ് മോഡലും ഏകദേശം സിമിലർ ഡിസൈനാണ് വരുന്നത്. ടോപ്പ് മോഡൽ പക്ഷേ അഡീഷണൽ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഗ്ലോസി ബ്ലാക്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റിയറിംഗ് വീലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. നമുക്കിതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് ഒരു മെയിൻ ചേഞ്ച് വരുന്നത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കാര്യത്തിലാണ്. ബേസ് മോഡൽ മുതൽ തന്നെ ഹോണ്ട സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വിത്ത് 7 ഇഞ്ച് TFT കളർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസയറിലൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് പോയിന്റ് 3.5 ഇഞ്ചസിന്റെ കളറില്ലാത്ത ഒരു മോണോക്രോം ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് ബെറ്റർ ആണ്. കാരണം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി ഡിജിറ്റലാണ്. റൈറ്റ് സൈഡിൽ വരുന്ന സ്പീഡോമീറ്റർ മാത്രമേ അനലോഗ് ഉള്ളൂ. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പവർ വിൻഡോസ് ഇതിനകത്ത് 4 അവൈലബിൾ ആണ്. ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലല്ല വരുന്നത്, സാധാരണ ബ്ലാക്ക് ഫിനിഷ് ആണ്. പിന്നെ നമുക്ക് ഡോർ പാഡ്സിൽ ഇതിനകത്ത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും കൊടുത്തിട്ടില്ല, ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക് ആണ്. ഈ വണ്ടിയിൽ പിന്നെ എവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒന്നും അവൈലബിൾ അല്ല. ഇനി സെൻറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ടോപ്പ് എൻഡിൽ വരുന്ന സെയിം 8 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ബേസ് മോഡൽ മുതൽ ടോപ്പ് മോഡൽ വരെ അങ്ങോട്ട് സ്റ്റാൻഡേർഡ് ആണ്. ഏതെടുത്താലും സെയിം തന്നെയാണ്. താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ മാനുവൽ AC കൺട്രോൾ കിട്ടും. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഡിസൈറിൽ അവർ ബേസ് മോഡൽ മുതൽ ഓട്ടോ AC കൊടുക്കുന്നുണ്ട്. ഹോണ്ടയും അത് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു കാര്യമായേനെ. കാരണം നമുക്ക് അകത്ത് കയറുമ്പം ഈ മാനുവൽ AC വെച്ച് വരുന്ന ആ ഒരു ചെറിയ ഡിസൈനിൻ്റെ വ്യത്യാസം മാറി കിട്ടിയാനെ. ഓട്ടോ AC വരികയാണെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുള്ളൊരു ലുക്ക് ഇതിൻ്റെ ക്യാബിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടിയാനെ. അതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഫോൺ വെക്കാനുള്ള സ്ഥലം, പിന്നെ 12 വോൾട്ട് പവർ സോക്കറ്റ്, അതുപോലെ ഒരു 2 കപ്പ് ഹോൾഡേഴ്സ്, പിന്നെ നമ്മുടെ ഗിയർ ലിവർ, അതുപോലെ ഹാൻഡ് ബ്രേക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ കിട്ടും.
ഇവിടെ പിന്നെ ഈ ഒരു വേരിയൻറ്റ് നമുക്ക് റിയർ AC vents അവൈലബിൾ അല്ല, അതൊരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ സീറ്റ്സ് ഒക്കെ ഡിസൈൻ എടുക്കുകയാണെങ്കിലും ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്, ഫാബ്രിക് ഫിനിഷാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ടോപ്പ് മോഡലും ഈ സെയിം ഡിസൈൻ തന്നെയാണ് സീറ്റ്സിൽ വരുന്നത്. കളർ തീമിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഡിസൈനിൻ്റെ വ്യത്യാസമൊന്നും തന്നെ വരുന്നില്ല. ഈ വണ്ടിയിൽ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാബിൻ ലാമ്പ് ഇതിനകത്ത് ആകെപ്പാടെ നടുവിൽ ഒരൊറ്റ ഒരെണ്ണം മാത്രമേ കിട്ടുന്നുള്ളൂ, ഫ്രണ്ടിൽ ക്യാബിൻ ലാമ്പ് ഇല്ല. അത് വേണമെങ്കിൽ ഇതിന് തൊട്ട് മുകളിലത്തെ വേരിയൻറ്റിലേക്ക് പോകേണ്ടി വരും. എന്തായാലും ബേസ് മോഡൽ മുതൽ അവർ മാനുവൽ ഡേ നൈറ്റ് IRVM ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ബേസ് മോഡൽ മുതൽ തന്നെ റിയർ സെൻറ്റർ ആംറസ്റ്റ് അവർ കൊടുക്കുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. പൊതുവേ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കമ്പനികളൊന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെ നമുക്ക് 3 ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളും ബാക്കിൽ ബേസ് മോഡൽ മുതൽ അവൈലബിൾ ആണ്. സംഭവം പറഞ്ഞു വരുമ്പോൾ ഫിക്സഡ് ആണെങ്കിൽ അത്യാവശ്യം സൈസ് ഉണ്ട് ഹെഡ് റെസ്റ്റിന്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ സെൻറ്റർ പാസഞ്ചറിനും ഹെഡ് റെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് അഗൈൻ നല്ല കാര്യമാണ്. അതുപോലെ 3 3-point സീറ്റ് ബെൽറ്റ്സും ഇവർ ബേസ് മോഡൽ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. റിയർ AC vents ഇല്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം മാറ്റി നിർത്തി കഴിഞ്ഞാൽ റിയർ സീറ്റ് എക്സ്പീരിയൻസും അത്യാവശ്യം കംപ്ലീറ്റ്ലി കവേർഡ് ആണ് ബേസ് മോഡൽ എടുക്കുന്ന സമയത്ത്. പിന്നെ ഹോണ്ടയുടെ AC അത്യാവശ്യം പവർഫുൾ ആയതുകൊണ്ട് നിങ്ങളിപ്പം റിയർ AC vents ഇല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഇതിനകത്ത് അനുഭവിക്കേണ്ട കാര്യമില്ല, കാരണം അത്യാവശ്യം നല്ല സഫീഷ്യൻറ്റ് ത്രോ ഇതിനകത്ത് ഫ്രണ്ടിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ 6 എയർ ബാഗ്സ് ആയിക്കോട്ടെ, അതുപോലെ ABS CBD ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ ESP ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ബേസിലും ടോപ്പ് മോഡലും എക്സാക്ട്ലി സെയിം ആണ്. എഡാസ് ഒഴിക്കുക, എഡാസ് ബേസ് മോഡലില്ല. അതിന് തന്നെ വേണ്ടി ഒരു സെപ്പറേറ്റ് അഡീഷണൽ ആയിട്ട് ZX എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് കൊടുത്തിട്ടുണ്ട്. ZXൽ കുറച്ച് കോസ്മെറ്റിക് ബിറ്റ്സും അതുപോലെ എഡാസും മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ബേസ് മോഡൽ മുതൽ സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടുന്ന സെയിം എഞ്ചിനാണ്. 1.2 ലിറ്റർ 4 സിലിണ്ടർ IVTEC പെട്രോൾ എഞ്ചിനാണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. 90 PS പവറും അതുപോലെ 110 Nm ടോർക്കുമാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, നമുക്കങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ലോ ആൻഡ് പവറൊക്കെ ഒരു ഇത്തിരി ലാക്കിംഗ് ആണ്. അതുപോലെ തന്നെ മിഡ് റേഞ്ചും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു എഞ്ചിനല്ല. കുറച്ച് പവർ വേണമെങ്കിൽ ടോപ്പ് എൻഡിലോട്ട് പോകണം, പക്ഷേ അങ്ങനെ ടോപ്പ് എൻഡിലോട്ട് പോകുമ്പോൾ മൈലേജും വല്ലാണ്ട് സഫർ ചെയ്യുന്നുണ്ട്. ഇതിലും ആക്ച്വലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ ഹോണ്ടയുടെ തന്നെ 1.5 IVTEC ആണ്, കാരണം അത് ലോ എൻഡ് നല്ല പവർ ഉണ്ട്. നമുക്കപ്പോൾ ലോ എൻഡിൽ ഒരുപാട് ഓടിച്ചാലും വലിയ സ്ട്രഗിൾ ഉണ്ടാവില്ല, ഓവർടേക്കിംഗ് വേണമെങ്കിൽ അതിൽ തന്നെ ചെയ്യാൻ പറ്റും. ഈ വണ്ടി പക്ഷേ നമ്മൾ പവർ കിട്ടാനായിട്ട് ഒരുപാട് പുഷ് ചെയ്യും, അങ്ങനെ വരുമ്പോഴാണ് ഇതിന് മൈലേജ് കുറയുന്നത്. പിന്നെ ടൗണിലാണെങ്കിലും ഇതിന് മൈലേജ് കുറവാണ് സിറ്റിക്കകത്തോട് ഓടിക്കുമ്പോൾ. ഇനി പ്രൈസ് എടുക്കുകയാണെങ്കിൽ 7.99 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമുക്ക് CVT ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ബേസ് മോഡൽ പോലെ തന്നെ CVT കൊടുത്തിട്ടുണ്ട്. 7 സ്റ്റെപ്പ് CVT അതുപോലെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. CVTയുടെ 9.2 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് കൊടുത്തിരിക്കുന്നത്. 1.2 lakhs ഡിഫറൻസ് ആണ്. വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് അത്യാവശ്യം ബേസ് മോഡൽ പോലെ തന്നെ CVT ഓട്ടോമാറ്റിക്കും ഉണ്ട്, അതുപോലെ ആവശ്യത്തിന് ഫീച്ചേഴ്സും ഉണ്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വേരിയൻ്റ് ആയിട്ട് തന്നെ പറയാം ഇത്. ഈ വേരിയൻ്റ് ആകെപ്പാടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഫീച്ചർ ഓട്ടോ AC ആണ്. ബാക്കി സാധനങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊന്നും ഇതിൻ്റെ അകത്തില്ല, അതിപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയില്ല. ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഗൈസ്, ഇതാണ് പുതിയ ഹോണ്ട അമേസിൻ്റെ ഏറ്റവും ബേസ് മോഡലായ V വേരിയൻ്റ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.